ഇത്തവണ CUET എക്സാമിൽ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. എക്സാം പാറ്റേണിലാണേലും ഒക്കെ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. അതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ ചേഞ്ച് വന്നിരിക്കുന്നത് നമ്പർ ഓഫ് സബ്ജക്ട്സിലാണ്. അതായത് കഴിഞ്ഞ തവണ ലാംഗ്വേജ് ടെസ്റ്റും ജനറലും കൂടെ ചേർത്ത് നിങ്ങൾക്ക് 6 സബ്ജക്റ്റ് ചൂസ് ചെയ്യായിരുന്നു. ഇത്തവണ അത് 5 ആക്കി ചുരുക്കിയിട്ടുണ്ട്. രണ്ടാമത്തെ ചേഞ്ച് എന്ന് പറഞ്ഞിരിക്കുന്നത് മോഡ് ഓഫ് എക്സാമിനേഷനിലാണ്. 2024 CUET ഹൈബ്രിഡ് മോഡായിരുന്നു. അതായത് നിങ്ങൾക്ക് ഓൺലൈൻ വഴിയും എക്സാം എഴുതാമായിരുന്നു, അതുപോലെ തന്നെ ഡയറക്റ്റ് ആയിട്ടും എക്സാം എഴുതാമായിരുന്നു. പക്ഷേ ഇത്തവണ ഇത് ഓൺലൈൻ വഴി മാത്രമേ നമുക്ക് എഴുതാനായിട്ട് സാധിക്കുകയുള്ളൂ. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അടുത്തത് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിൽ വന്നിട്ടുള്ള മാറ്റമാണ്. അതായത് 50 ക്വസ്റ്റ്യൻ ആയിരിക്കും ഓരോ സബ്ജക്ട്സിലും ഉണ്ടാവുക. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ഇത്തവണ ഉണ്ടായിരിക്കുന്നതല്ല. ഈ 50 ക്വസ്റ്റ്യൻസും നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. മാക്സിമം മാർക്ക് വരുന്നത് 250 ആണ്. അതായത് ഒരു ക്വസ്റ്റ്യന് 5 മാർക്ക് വീതം 250 മാർക്കിലായിരിക്കും ഓരോ സബ്ജക്റ്റും ഉണ്ടാവുക. ടൈം ഡ്യൂറേഷൻ വരുന്നത് 60 മിനിറ്റ് ആയിരിക്കും. അതായത് 1 മണിക്കൂറായിരിക്കും എക്സാമിന്റെ ടൈം ഡ്യൂറേഷൻ വരുന്നത്. മാർക്ക് സ്കീം എന്ന് പറയുന്നത് ഒരു ശരി ഉത്തരത്തിന് 5 മാർക്കും അതുപോലെ തന്നെ ഒരു തെറ്റു ഉത്തരത്തിന് -1 നഷ്ടമാവുന്നതായിരിക്കും. മീഡിയം ഓഫ് എക്സാം 13 റീജിയണൽ ലാംഗ്വേജസിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാം എഴുതാനായിട്ട് പറ്റും. ഹിന്ദി, ഇംഗ്ലീഷ് മാത്രമല്ല, നിങ്ങൾക്ക് ഇപ്രാവശ്യം മലയാളത്തിലും എക്സാം എഴുതാനായിട്ട് സാധിക്കും. CUETയുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മളൊരു ലോങ് വീഡിയോ ആയിട്ട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർ കയറി കണ്ടു നോക്കുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.